പൊന്മുടി വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്താണ് പെരിങ്ങമല ഗ്രാമപഞ്ചായത്ത്. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നത് UDF ആയിരുന്നു. എന്നാൽ 3 വർഷം പിന്നിട്ടപ്പോൾ കോൺഗ്രസ് ഭരണസമിതിയിലെ പ്രസിഡന്റും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഉൾപ്പെടെ 3 അംഗങ്ങൾ പാർട്ടി വിട്ട് CPM-ൽ ചേർന്നതോടെ UDF-ന് ഭരണം നഷ്ടമായി. ഈ മർഗണ്ഡം ചാടലിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ്. പ്രകൃതിയുടെ വശ്യ സൗന്ദര്യമുള്ള കോടമഞ്ഞിന്റെ തണുപ്പുള്ള തിരുവനന്തപുരത്തെ മലനാടൻ ഗ്രാമപഞ്ചായത്തുകളിലൊന്നാണ് പെരിങ്ങമല ഗ്രാമപഞ്ചായത്ത്. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 8 സീറ്റുകളിൽ UDF-ഉം 7 സീറ്റിൽ LDF-ഉം 3 സീറ്റുകളിൽ സ്വതന്ത്രരും 1 സീറ്റിൽ BJP-യും വിജയിച്ചു. സ്വതന്ത്രരെ കൂടെ കൂട്ടി UDF അധികാരവും പിടിച്ചെടുത്തു. 2024 രാഷ്ട്രീയക്കാറ്റ് മാറി വീശുകയായിരുന്നു. കോൺഗ്രസിലെ ചിലർ CPM പാളയത്തിലേക്ക് കടന്നതോടുകൂടി പഞ്ചായത്ത് ഭരണസമിതിയിലെ ശക്തി സമവാക്യങ്ങൾ തകർന്നു. പെരിങ്ങമല പഞ്ചായത്തിൽ കോൺഗ്രസ് നേതാവായ പ്രസിഡന്റും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഉൾപ്പെടെ 3 അംഗങ്ങൾ പാർട്ടി വിട്ട് CPM-ൽ ചേരുകയായിരുന്നു. പിന്നീട് ഉപതെരഞ്ഞെടുപ്പ് നടന്ന 3 വാർഡുകളിലും പാർട്ടി വിട്ടവർ തന്നെ CPM സ്ഥാനാർത്ഥികളായി മത്സരിച്ചു. ആ തെരഞ്ഞെടുപ്പിന് ശേഷം 11 സീറ്റുകൾ നേടി ഭരണം ഇടതുപക്ഷം പിടിച്ചെടുത്തു. അപ്പോഴും പഞ്ചായത്ത് പ്രസിഡന്റായി ഷിനു മടത്തറ തുടർന്നു. അതായത് ലൈഫ് മിഷൻ പോലുള്ള വീട് കൊടുക്കുന്ന പദ്ധതി, അത് പ്രത്യേകം ഒരു പേര് നമ്മൾ അടിച്ചേൽപ്പിക്കും. അത് വെച്ച് അത് കോൺഗ്രസിൻ്റെതാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ചെയ്യുന്നത്. അത് മാത്രമല്ല, ഈ അവർ ചെയ്ത ഏറ്റവും വലിയ ഇത് എന്ന് വെച്ചാൽ നമ്മൾ ഈ അവർക്ക് എന്താണ് ഈ കമ്മീഷൻ വാങ്ങുന്നുള്ള ഒരു പ്രവൃത്തിയാണ് ഏറ്റവും മെയിൻ. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സാധാരണക്കാരിൽ നിന്നും കോൺട്രാക്ടർമാരിൽ നിന്നും കമ്മീഷൻ വാങ്ങുക, അത് അവർക്ക് ഓരോ പ്രോഗ്രാം, പാർട്ടി ഇടുന്ന ഓരോ പ്രോഗ്രാമിനും ശ്രീ കലേവരം അൻസാരി അടങ്ങുന്ന ആളുകളാണ്. തിരുവനന്തപുരത്ത് നടന്ന പരിപാടിക്ക് പോലും ഇദ്ദേഹം തന്നെയാണ് പൈസ കൊണ്ടുപോയി. കാരണം ഈ കമ്മീഷൻ വാങ്ങുക എന്നാണ് അവർ പറയുന്നത്, വാങ്ങിക്കുക, അവിടെ കൊണ്ടു കൊടുക്കുക. ലൈഫ് മിഷൻ പദ്ധതിയും ജൽജീവൻ മിഷൻ പദ്ധതിയും ഇടതു ഭരണസമിതി അധികാരത്തിൽ വന്നതോടെ മുടങ്ങിയെന്ന് കോൺഗ്രസ് നേതൃത്വം ആരോപിച്ചു. ലൈഫ് ഭവനോദ്ധി പ്രകാരം അർഹരാണെന്ന് കണ്ടെത്തിയ മുഴുവൻ ആളുകൾക്കും ഏകദേശം 600-നടുത്തോളം ആളുകൾക്ക് വീട് നൽകാൻ തീരുമാനിച്ച കേരളത്തിലെ ഏക പഞ്ചായത്ത് ഭരണസമിതിയും ഇതുതന്നെയായിരുന്നു. ഐക്യജനാധിപത്യ മുന്നണിയുടെ കയ്യിൽ നിന്ന് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഒഴികെ മുഴുവൻ കാര്യങ്ങളും നഷ്ടപ്പെട്ടു. അതിനുശേഷം യാതൊരുവിധ വികസന പ്രവർത്തനങ്ങൾ ഈ ഗ്രാമപഞ്ചായത്തിൽ നടന്നിട്ടില്ല എന്ന് മാത്രമല്ല, പല വാർഡുകളിലും അനുവദിച്ചിരുന്ന തുകകൾ പോലും റിവിഷൻ സമയത്ത് വെട്ടിമാറ്റുകയും തുടർന്ന് വന്ന പദ്ധതിയിൽ 1 രൂപ പോലും ഈ വാർഡുകളിലേക്ക് നൽകാതെ രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടിയുള്ള പ്രവർത്തനവുമാണ് ഈ ഭരണസമിതി നടത്തുന്നത്. എന്നാൽ 3 വർഷക്കാലത്തെ കോൺഗ്രസ് ഭരണത്തിലും അതിനുശേഷമുള്ള ഇടത് ഭരണസമിതിയുടെ സമയത്ത് നടന്ന പ്രവർത്തനങ്ങളിൽ തൃപ്തിയല്ലെന്ന പഞ്ചായത്തിലെ ഏക BJP പ്രതിനിധിയായ ബിന്ദു സുരേഷ് പറഞ്ഞു. നമ്മുടെ ലൈഫ് ഭവന പദ്ധതിയിൽ തന്നെ ആദ്യം എണ്ണത്തിൽ കൂടുതൽ വീട് പെരിങ്ങമല ഗ്രാമപഞ്ചായത്ത് കൊടുക്കുകയും പക്ഷേ അതൊന്നും പൂർത്തീകരിക്കാനാവാതെ പലരും പാതി വഴിയിൽ നിർത്തിയിട്ടിട്ട് പഞ്ചായത്തിൽ അനവധി തവണ കയറി ഇറങ്ങുന്ന ഒരു സംവിധാനം പഞ്ചായത്തിനകത്തുണ്ടായിരുന്നു. പൈപ്പ് ലൈൻ പദ്ധതി വരികയും പൈപ്പ് ലൈൻ പദ്ധതിയും പാതി വഴിയിൽ എല്ലാ റോഡുകളും വെട്ടിപ്പൊളിച്ച് ഒന്നടങ്കം ഇല്ലാതാക്കി 19 വാർഡിൻ്റെയും പല ഭാഗങ്ങളിലും മുഴുവനും ഇല്ലാതായി കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ദ്രുതഗതിയിൽ നടത്താതെ തന്നെ ജനങ്ങൾക്കും വാഹനങ്ങൾക്കും യാത്രാ സൗകര്യമെല്ലാം ബുദ്ധിമുട്ടിലായി കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ കോൺഗ്രസ് ഇരുന്നിട്ട് കമ്മ്യൂണിസ്റ്റ് ഭരണം വന്നുവെങ്കിലും രണ്ടും ഒരേ തരത്തിലുള്ള ഭരണ സംവിധാനം തന്നെയാണ് പെരിങ്ങമല ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായിരുന്നത്. ടൂറിസം കേന്ദ്രങ്ങൾ അനേകമുള്ള പെരിങ്ങമല ഗ്രാമപഞ്ചായത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭരണമാറ്റവും വികസന പ്രവർത്തനങ്ങളും ഒരുപോലെ പ്രതിഫലിക്കുമെന്ന് തീർച്ച. BJP നിലവിലുള്ള 1 സീറ്റ് നിലനിർത്തുമോ എന്ന് കണ്ടു തന്നെ അറിയണം. ക്യാമറമാൻ ചന്ദ്രജോസിനൊപ്പം ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.